അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവിടുത്തെ ജീവിതത്തിൽ തൻ്റെയും കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും ക്ഷേമം പോലെ തന്നെ തനിക്കു ചുറ്റും അധിവസിക്കുന്ന ജീവജാലങ്ങളുടെ ക്ഷേമവും ഉസ്താദിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവയുടെ വേദനയും കണ്ണീരും പട്ടിണിയും ഉസ്താദ് ശ്രദ്ധിക്കുകയും തന്നാലാവുന്ന പ്രതിവിധികളെല്ലാം അവയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. തൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നാട്ടിൻ പുറത്തെ എല്ലാ ജീവികളെയും പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. അവയോട് താൻ ചെയ്യേണ്ട കടപ്പാടുകൾ പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം. മൃഗങ്ങളെ കണ്ടാൽ അവയെ അഭിവാദ്യം ചെയ്യാനും ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് താൽപ്പര്യം കാണിച്ചു. അൻഇം സ്വബാഹൻ, പ്രഭാതത്തിൽ സൗഖ്യമായിരിക്കട്ടെ. അൻഇം മസാഅൻ, പ്രദോഷത്തിൽ സൗഖ്യമായിരിക്കട്ടെ എന്നിങ്ങനെയാണ് കൈ ഉയർത്തി അവയെ അഭിവാദ്യം ചെയ്യാൻ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഉപയോഗിച്ചിരുന്നത്. ഇത് അവക്കുള്ള സലാമാണെന്ന് കുടയുള്ളവരോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഏതൊരു ജീവിയും പ്രയാസപ്പെടുന്നത് അവിടുന്ന് കണ്ടു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. ഗ്രേസ് വാലിയുടെ തുടക്കകാലം ആളുകൾ കാലികളെ മേച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. കെട്ടിടങ്ങൾ ഉയർന്നു വന്നു തുടങ്ങിയപ്പോഴും ആളുകൾ കാലികളെ അവിടെ വന്ന് കെട്ടാറുണ്ടായിരുന്നു. ഒരിക്കൽ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് പള്ളിയിലിരിക്കുകയാണ്. പുറത്ത് ദൂരെ നിന്നും ഒരു പശു നിരന്തരമായി കരയുന്ന ശബ്ദം കേട്ടു. ഉസ്താദിനെ അത് വല്ലാതെ വേദനിപ്പിച്ചു. അടുത്തുണ്ടായിരുന്ന സുലൈമാൻ മുസ്ലിയാരെ വിളിച്ചു പോയി കാര്യം അന്വേഷിക്കാൻ പറഞ്ഞു. പോയി നോക്കുമ്പോൾ പുല്ല് ഇല്ലാത്തതുകൊണ്ടോ വിശപ്പ് കൊണ്ടോ അല്ലെന്ന് മനസ്സിലായി. ഉടനെ അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തി കാര്യം അന്വേഷിച്ചു. അത് ഈയിടെ പ്രസവിച്ചതാണെന്നും അതിൻ്റെ ചെറിയ കുഞ്ഞ് വീട്ടിലാണെന്നുമുള്ള വിവരം ലഭിച്ചു. മിണ്ടാപ്രാണികളെ അതിൻ്റെ കുഞ്ഞിൽ നിന്നും അകറ്റി നിർത്തി വിഷമിപ്പിക്കരുതെന്നും എത്രയും വേഗം അതിനെ തിരിച്ചു നൽകണമെന്നും ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നിർദ്ദേശിച്ചു. മറ്റൊരിക്കൽ ഉസ്താദ് വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. റോഡരികിലൂടെ ധാരാളം പോത്തുകളെ ഒരാൾ തെളിയിച്ചു കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇടയ്ക്കിടെ അയാൾ അവയെ അടിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഉസ്താദിന് സഹിക്കാനായില്ല. അടുത്തെത്തിയപ്പോൾ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് വണ്ടി നിർത്തി. അവയെ അടിക്കരുതെന്നും മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണമെന്നും അയാളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. നായകളെ കണ്ടാൽ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് മർഹബ എന്ന് പറഞ്ഞ് അതിനെ സ്നേഹാഭിവാദ്യം ചെയ്യുമായിരുന്നു. നിങ്ങൾക്കൊക്കെ മനുഷ്യരെ പോലെ ഹിസാബില്ലല്ലോ, വിചാരണയില്ലല്ലോ. കൂനു തുറാബ, നിങ്ങൾ മണ്ണാവുക എന്ന ഇനത്തിൽപ്പെട്ടവരാണല്ലോ എന്ന് പറഞ്ഞ് ശൈഖുനാ നെടുവീർപ്പിടും. അവയെ എറിഞ്ഞാട്ടുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മൃഗങ്ങളെ പരിപാലിക്കുന്നത് വഴി അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയായിരുന്നു ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ലക്ഷ്യം വെച്ചിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.